ചോക്ക് ചെയിൻ വളരെ സുലഭമായിട്ട് എല്ലാ പെറ്റ് ഷോപ്പുകളിലും കിട്ടുന്ന ഒരു സാധനമാണ് ചോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അത് എങ്ങനെ ഒരു ഡോഗിൻ്റെ കഴുത്തിലിടണം എന്നുള്ള വീഡിയോ ഒരുപാടെണ്ണം യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് പറയാനല്ല ഞാൻ ഇന്ന് വന്നത്. ഞാൻ ഈ കാര്യം പറഞ്ഞതിന് മുമ്പ് നിങ്ങളൊരു കഥ പറയാം. ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ബോണി എന്ന് പറയുന്നൊരു 5 മാസമുള്ള റോഡ് വൈൽഡർ പപ്പി എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് വന്നിരുന്നു ചാരുമുട്ടിൽ നിന്ന്. അവൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ചോക്ക് ചെയിനാണ് ഇത്. അവൻ എൻ്റെ അടുത്ത് വരുന്ന സമയത്തെ ഈ ചോക്ക് ചെയിൻ അവൻ്റെ കഴുത്തിലുണ്ട്. ഇതിൽ പുള്ളി ചെയ്തുകൊണ്ടാണ് അവൻ വന്നുകൊണ്ടിരുന്നത്. അത്രയും വലിച്ച് വളരെ ഫോഴ്സ് എടുത്തിട്ടാണ് അവൻ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിത് അവൻ്റെ കഴുത്തിൽ നിന്ന് ഊരാൻ നോക്കി. പക്ഷേ അവൻ്റെ കഴുത്തിനെക്കാട്ടിൽ തലയുടെ വലിപ്പം കൂടുതലായതുകൊണ്ട് ഇത് സ്റ്റക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്യാൻ ഒരു ചേട്ടനെ വിളിച്ചു. പുള്ളിക്കാരൻ വന്ന് ഇത് കട്ട് ചെയ്തെടുത്തു. ഇത് കണ്ടില്ലേ. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ അവൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പല്ലേ, അൺകൺട്രോളബിൾ ആയിരുന്നു. അത് ഒരു ചോരക്കളിയായിട്ട് മാറി. അവൻ്റെ ദേഹത്തല്ല കൊണ്ടത്, ആ ചേട്ടൻ തന്നെ കയ്യിൽ കൊണ്ട് മുറിഞ്ഞു. ദൈവം സഹായിച്ചത് കട്ടായി പോയില്ല, പക്ഷേ കുറച്ച് ചെറിയ ഇഞ്ചുറി ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ചോക്ക് ചെയിൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് എവിടെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നൊരു സാധനമാണ്. ഏത് പെറ്റ് ഷോപ്പിൽ കയറി ചെന്നാലും അവിടുത്തെ സ്റ്റാഫ് എടുത്തു തരും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കും, കറുത്ത കളറാണ് എൻ്റെ നായ, അതുകൊണ്ട് ഈ ഗോൾഡൻ കളറുള്ള ചോക്ക് ചെയിൻ എൻ്റെ ഡോഗിന് നന്നായിട്ട് ചേരും, അല്ലെങ്കിൽ വെള്ള നിറമുള്ള സിൽവർ കളറുള്ള ചോക്ക് ചെയിൻ എൻ്റെ ഡോഗിന് നന്നായിട്ട് ചേരും എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ തന്നെ മേടിച്ചിടും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ചോക്ക് ചെയിൻ എന്ന് പറയുന്ന സാധനം ഒരു ട്രെയിനർക്ക് മാത്രമേ അതാവശ്യമുള്ള ഡോഗിന് നിർദ്ദേശിക്കാനുള്ള നോളജ് ഉള്ളൂ എന്നുള്ളത്. ചോക്ക് ചെയിൻ എന്ന് പറയുന്നത് പ്രഷർ റിലീസിനായി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു ട്രെയിനിങ് ടൂളാണ്. ഇതിൻ്റെ മെക്കാനിക്സ് അറിയാത്ത ഒരു ഡോഗിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഇത് മേടിച്ച് ഒരു പെറ്റ് കെയറിന് ഇടുന്ന സമയത്ത് ഇതിന് ഫിസിക്കലി ഇഞ്ചേർഡ് ആവാനുള്ള ചാൻസ് കൂടുതൽ. അതായത് ഇതിനിടയ്ക്ക് ഇത് വരുന്ന സമയത്ത് ഈ ചെയിനും റിങ്ങും കൂടെ ഉള്ള സ്ഥലത്ത് തൊലി കയറാനും അവിടെ ഇഞ്ചുറി ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ട്രക്കിയ, തൈറോയ്ഡ് ഗ്ലാൻഡ് എന്നിവയ്ക്ക് കണ്ടിന്യൂസ് ചോക്കിങ് വരുന്ന സമയത്ത് ഇത് ഇഞ്ചുറി ആകാനും ഇൻറ്റേർണൽ ഇഞ്ചുറി ആവാനും ചാൻസ് ഉണ്ട്. ചില ആൾക്കാർ ചോക്ക് ചെയിനിൽ ഡോഗിനെ കെട്ടിയിടാൻ ഉപയോഗിക്കാറുണ്ട്. ചില ആൾക്കാരാകട്ടെ എപ്പോഴും കഴുത്തിൽ ചോക്ക് ചെയിൻ ഇട്ടിട്ട് കൂട്ടിൽ അങ്ങ് വിട്ടേക്കും. നിങ്ങൾക്കെങ്കിലും അനുഭവം ഉണ്ടായി കാണും. ലൂസായിട്ടുള്ള ചോക്ക് ചെയിൻ കിടക്കുന്ന ഡോഗ്സിൽ ഇവർ ചിലപ്പം നമ്മൾ രാത്രിയിലൊക്കെ ഇത് സ്വന്തമായിട്ട് കടിക്കാനൊരു ശ്രമം നടത്തും. അങ്ങനെ കടിക്കുമ്പോൾ ചിലപ്പോൾ ഇത് വായിലോട്ട് കുടുങ്ങി പോകാനും ഇവിടെ നീര് വെക്കാനും നാക്ക് നീലത്തിലേക്ക് പോകാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. അതുപോലെ കൂടിൻ്റെയൊക്കെ കമ്പിയിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ഡോഗ് ഡെഡായി പോകാനുള്ള ചാൻസ് ഇതിനകത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യേണ്ട ഒരു ട്രെയിനിങ് ടൂളാണ്. അല്ലാതെ നമുക്കൊരു കോളർ പോലെ മേടിച്ച് കഴുത്തിട്ടിടേണ്ട ഒരു സാധനമല്ല ചോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ചോക്ക് ചെയിൻ ഇട്ടിട്ട് ഡോഗിനെ നടത്തിച്ച് കഴിഞ്ഞാൽ വലിച്ചുകൊണ്ട് പോകുന്ന കുറയ്ക്കാമെന്നും എല്ലാ തരത്തിലുള്ള അഗ്രഷൻ മാറ്റാമെന്നും പറഞ്ഞുകൊണ്ട് കാണുന്ന പല വീഡിയോസിലും കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡോഗിൻ്റെ മണ്ടയ്ക്ക് ഉപയോഗിക്കാതിരിക്കുക. ചോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഒരു എക്സലൻറ്റ് ട്രെയിനിങ് ടൂളാണ്. പക്ഷേ അത് ആ മെക്കാനിക്സ് പഠിപ്പിച്ച് ഡോഗിന് ഇടുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഫിസിക്കലി അല്ല, ആ ഡോഗ് ട്രെയിനിങ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു രീതി അറിയുള്ളൂ. കാരണം എല്ലാ ഡോഗിനും ഒരുപോലെ ആയിരിക്കില്ല ഈ പ്രഷർ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓരോ ഡോഗിനും ഓരോ രീതിയാണ്. ചോക്ക് ചെയിൻ ഇട്ടിട്ടും വലിച്ചുകൊണ്ട് പോകുന്ന ഡോഗ്സ് നിങ്ങൾ ചിലർക്കെങ്കിലും കാണും. അപ്പം നിങ്ങൾക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലെന്നൊക്കെ മനസ്സിലായില്ലേ. ഡോഗ് ട്രെയിനിങ് എന്ന് പറയുന്നത് ടൂൾ മാത്രമല്ല. നിങ്ങൾ ടൂളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താലും ഇതിനകത്തെ കാര്യങ്ങൾ നടക്കുകയില്ല. നമുക്ക് അതിൻ്റെ പുറകിൽ കുറച്ച് സയൻസ് വേണം, മെത്തേഡ്സും വേണം. കുറച്ചുകൂടെ ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുള്ള ചിന്തയിൽ നമ്മൾ മേടിച്ചവൻ്റെ കഴുത്തിലിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ അവന് തന്നെ നെഗറ്റീവായിട്ട് വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി ആലോചിച്ച് നോക്കുക, അവന് ഈ ചോക്ക് ചെയിൻ എന്ന് പറഞ്ഞ ടൂള് അത്യാവശ്യമാണോ എന്നുള്ളത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.